ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും മുംബൈ മലയാളിയുടെ ഒരു പുതുമയുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ജയപ്രകാശ്, മുംബൈ മലയാളി ചാനലിലൂടെ കഴിഞ്ഞ 2 വർഷമായി വീഡിയോകൾ ചെയ്യുന്നു. ഏകദേശം 1.5 വർഷമായി ആക്റ്റീവായിട്ട്, ഒരു വർഷമായിട്ട് എന്ന് പറയാം, ഒരു വർഷമായിട്ട് വളരെ ആക്റ്റീവായിട്ട് തന്നെ ഈ ചാനലിലൂടെ, മുംബൈ മലയാളി എന്ന ചാനലിലൂടെ ഞാൻ പലവിധ കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് ഇന്ന കണ്ടൻറ്റൊന്നുമില്ല. ഞാനൊരു ട്രാവൽ ബ്ലോഗറായിട്ടാണ് അതിനകത്ത്, ട്രാവൽ കണ്ടൻസാണ് അതിനകത്ത് ആദ്യമായി കൂടുതൽ ഇടാൻ തുടങ്ങിയത്. എങ്കിൽ പോലും കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് അത് ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നുള്ള വീഡിയോസ് ആയിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊക്കെ വ്യൂസ് കുറച്ച് 100-120 വ്യൂസൊക്കെ വന്നുകൊണ്ടിരുന്ന ആ സമയത്ത് എനിക്ക് കേവലം 1000 സബ്സ്ക്രൈബേഴ്സ് തന്നെ തികഞ്ഞിട്ടില്ലായിരുന്നു. അതിനുശേഷം 1000 സബ്സ്ക്രൈബേഴ്സ് വളരെ സ്ലോലി 1000 സബ്സ്ക്രൈബേഴ്സ് ഡെയിലി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു തുടങ്ങിയപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എന്നെ ഈ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ സഹായിച്ച ഘടകം, അതിലും തീർച്ചയായിട്ടും പറയേണ്ടത് ഷോർട്സ് നമ്മൾ ഇടുമ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ വരാറുള്ളത്. അപ്പം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എൻ്റെ ഇപ്പോൾ ഈ 2000 സബ്സ്ക്രൈബേഴ്സ് ആകാറാകുന്നു. ഇപ്പോൾ 1920 സബ്സ്ക്രൈബേഴ്സ്, 919 സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് ആയിരിക്കുന്നത്. അതായത് ഏകദേശം 2K സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകും. ഇത് ഈ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ്. പക്ഷേ അതിൽ അധ്വാനം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടൻറ് ഇടാൻ വേണ്ടി ഓടി നടക്കാറില്ല അങ്ങനെ. പക്ഷേ ഏതെങ്കിലും പർപ്പസ്ലി ഞാൻ കണ്ടൻറ് ഇടാൻ വേണ്ടി ട്രാവൽ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ മറ്റ് വീഡിയോകൾ, പലവിധ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒരുപക്ഷെ യൂട്യൂബിൽ കാണുന്ന കേവലം കാഴ്ചക്കാരായിട്ട് മാത്രമല്ലാത്ത യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അവരോട് എനിക്ക് ഷെയർ ചെയ്യുവാനുള്ളത് അവരുടെ ഫീഡ്ബാക്ക് കൂടി എനിക്ക് വേണം. അതിനുകൂടിയാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള സാധാരണ എൻ്റെ സ്ഥിരം കൂട്ടുകാരായവരും അല്ലാത്തവരുമൊക്കെ. അപ്പം ഈ യൂട്യൂബിലെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ, അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കണ്ടൻറ്റുകളും എപ്പോഴും എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കൊള്ളണമെന്നില്ല. എങ്കിൽ പോലും നമ്മൾ ട്രയൽ ആൻഡ് എറർ ബേസിസിൽ അതങ്ങനെ ഇട്ടു പോകുന്നു എന്നുള്ളൂ. കാരണം രാഷ്ട്രീയ ചായ്വുള്ള കണ്ടൻറ്റുകൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടെന്നിരിക്കില്ല. പക്ഷേ അപ്പോൾ ആ കണ്ടൻറ്റുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്നിരുന്നാൽ പോലും ഞാൻ ചില രാഷ്ട്രീയ ഇലക്ഷൻ സാഹചര്യങ്ങളിൽ എൻ്റെ കുറേ വീഡിയോകൾ 1000Kക്ക് മുകളിൽ പോയ വ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഇതുപോലെ ഒന്ന് പറഞ്ഞ വീഡിയോകളാണ്. അതായത് നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് ഇങ്ങനെ കൊടുക്കുന്ന വീഡിയോകൾ. അല്ലാത്ത കണ്ടൻറ്റുകളൊക്കെ ആ സമയത്ത് കുറവായിട്ടൊക്കെ എനിക്ക് തോന്നി, നമ്മളിടുമ്പോൾ വ്യൂസൊക്കെ വരുന്നത്. അപ്പോൾ അത്രയും രാഷ്ട്രീയ കണ്ടൻറ്റുകൾ എടുത്തതേ ഉള്ളൂ. എനിക്ക് അതിനോട് കൂടുതൽ താല്പര്യമൊന്നുമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല നല്ല കാഴ്ചകൾ, നല്ല പുതുമയുള്ള അറിവുകൾ, ഇൻഫർമേഷൻ പകർന്നു കൊടുക്കുന്ന കണ്ടൻറ്റുകൾ, ഇതൊക്കെ ഞാനും ധാരാളം യൂട്യൂബേഴ്സിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ എല്ലാ വീഡിയോകളും ഞാൻ കാണാറുണ്ട്. അതുപോലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇടുന്ന വീഡിയോകൾ, എൻ്റെ വീഡിയോകളിൽ അതിശയോക്തിപരമായ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വിചാരിക്കാത്ത ചില വീഡിയോകൾ കയറിപ്പോവുക, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതൊക്കെ ഒരു ലക്ക് ബേസിസിലാണോ അതോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പലരും പല കാര്യങ്ങളും പറയുമ്പോൾ, യൂട്യൂബ് ടിപ്സൊക്കെ തരുന്ന ആൾക്കാർ പറയുമ്പോൾ, വളരെ പ്രൊഫഷണലായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ കയറാനായിട്ട് നമ്മൾ സമയമെടുക്കും. അതുവരെ നമ്മൾ കണ്ടൻറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോൾ എന്നും കണ്ടൻറ് ഇടാനുള്ള ബുദ്ധിമുട്ട്, ഈ മഴക്കാലത്തൊക്കെ ട്രാവൽ ചെയ്തിടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇന്നും ഞാനത് ഫേസ് ടു ഫേസ് വന്നത്. എങ്കിൽ പോലും ശ്രമിക്കാറുണ്ട്. നമ്മൾ പോകുന്ന ഫാമിലി ട്രിപ്പുകളായിട്ട് പോകുന്നതും, ഫാമിലി വീഡിയോസ്, വീട്ടിൽ ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ പാകപ്പെടുത്തുന്ന അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ, അങ്ങനെ ധാരാളമായിട്ട് ഇടാറില്ലെങ്കിലും ചില സ്പെഷ്യൽ വീഡിയോകളൊക്കെ ഞാനും ആഡ് ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ സന്തോഷമായിട്ട് ആൾക്കാർ സ്വീകരിക്കും എന്ന് തന്നെ, മനസ്സോടെ സ്വീകരിക്കുമെന്ന് ഉറപ്പ് തന്നെയുണ്ട്. എന്നാൽ അങ്ങനെ ആവറേജ് നമുക്കൊരു 2000 സബ്സ്ക്രൈബേഴ്സിന് അടുക്കുന്ന എന്നെപ്പോലെയുള്ള 10000 സബ്സ്ക്രൈബേഴ്സിന് താഴെ, 5000 സബ്സ്ക്രൈബേഴ്സിന് താഴെയുള്ള തുടക്കക്കാർക്ക്, അതായത് ഇനിയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും വരേണ്ടതുണ്ട്.
അപ്പം നമ്മളിടുന്ന കണ്ടൻറ്റ് സൂക്ഷിച്ചിടുക എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ ആനുകാലികമായിട്ട് നമുക്കപ്പോൾ നല്ല കണ്ടൻറ്റുകളാണ് തോന്നുന്നു ഇടാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക. ഒരേ ടൈപ്പ് കണ്ടൻറ്റ്സ്. അപ്പോൾ ഇത് ഞാനൊന്ന് പരീക്ഷിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തന്നെ വേറൊരു ചാനൽ മുംബൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഹിന്ദിയിൽ ട്രാവൽ വ്ളോഗുകളും ഒക്കെ ആണെങ്കിലും നമ്മുടെ ഭാഷ ഹിന്ദിയായിരുന്നു നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത്രയും അതിൽ ഞാൻ ധാരാളം ഇതുപോലുള്ള നല്ല കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് ട്രാവൽ വ്ളോഗുകൾ തന്നെ വെളിയിലിറങ്ങി പോയി മനഃപൂർവ്വം അതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് പണി ചെയ്ത് എടുത്ത കണ്ടൻറ്റുകളൊക്കെ ഏകദേശം വളരെ ഒരു കാലഘട്ടം വരെ പോയിക്കൊണ്ടിരുന്ന കണ്ടൻറ്റുകളൊക്കെ ഒരുമാതിരി ചിലതൊക്കെ കയറും, ചിലത് കയറത്തില്ല. അങ്ങനെ ഞാനൊരു 2000 സബ്സ്ക്രൈബേഴ്സ് പോലും 1500 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. അതിനു മുമ്പ് ഞാൻ അവിടെ സ്ലോ ഡൗൺ ചെയ്യേണ്ടി വന്നു. കാരണം എനിക്ക് തോന്നിയത് ഇത് അന്നൊക്കെ ഞാൻ സ്ഥിരം നല്ല പർപ്പസ്ലി ഒരേ ടൈപ്പ് കണ്ടൻറ്റ് തന്നെ ഇട്ടുകൊണ്ടിരുന്നു. കാരണം ട്രാവൽ അതിന് അനുയോജ്യമായിട്ട് ഉള്ള കണ്ടൻറ്റുകളൊക്കെ, അതായത് ട്രാവൽ ഫുഡ്, പോകുന്ന വഴിക്ക് നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഈ കണ്ടൻറ്റുകൾ. അപ്പം എനിക്ക് തോന്നി ഇതിന്നൊന്ന് വിട്ടുപിടിച്ചാൽ അപ്പോൾ എന്താണ്. അങ്ങനെയാണ് മുംബൈ മലയാളി എന്നുള്ള ചാനൽ ഇങ്ങനെ ഇത്തറ്റം വരെ എത്തിക്കാൻ എനിക്ക് സാധിച്ചത്. പക്ഷേ അത് ആ പഴയ ചാനലിനെക്കാട്ടി ഓവർടേക്ക് ചെയ്തു പോയി. ഇപ്പം നന്നായിട്ട് പോകുന്നു. അപ്പോൾ എല്ലാ മലയാളികൾക്കും മലയാളത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന ആ ചാനൽ മലയാളികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഇറക്കുന്നു. പക്ഷേ മലയാളികൾ ആണ് ഭാഷ അതിനകത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് മലയാളികൾ കൂടുതൽ കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാത്തവരും കാണുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം യൂട്യൂബിൻ്റെ നമ്മൾ അനലിറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെ പോയി, എവിടെ കണ്ടു, എങ്ങനെ കണ്ടു എന്നൊക്കെ നോക്കുമ്പോൾ ധാരാളം പേര് ഇപ്പം ഗൾഫ് മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ കാണിക്കുമ്പം അവിടുത്തുകാർ നമ്മുടെ മലയാളികൾ തന്നെയായിരിക്കും കാണുന്നത്. പക്ഷേ റഷ്യ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ കാണുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അന്യഭാഷക്കാരും അത് നമ്മുടെ കണ്ടൻറ്റുകളൊക്കെ എല്ലാവരുടെയും കാണുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ നല്ല കണ്ടൻറ്റുകളാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയും നമുക്ക് റീച്ച് കിട്ടിയെന്നിരിക്കും. അപ്പം ഇപ്പോൾ എന്തായാലും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, ചില അതിശയോക്തിപരമായ ചില കാര്യങ്ങൾ, അതായത് നമ്മുടെ ചില കണ്ടൻറ്റുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഭംഗിയായിട്ട് നന്നായിട്ട് വ്യൂവേഴ്സ് കിട്ടുകയും ചെയ്യും. അതാണ് വാസ്തവം. അപ്പം നമ്മൾ ഇപ്പം ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ ഒക്കെ ബേസ് ചെയ്ത് ഇറക്കുന്ന കണ്ടൻറ്റുകൾ എല്ലാം ഒന്നും ഒരുപോലെ വിജയിക്കണമെന്നില്ല. ഞാൻ നന്നായിട്ടിട്ട വിശ്വസിച്ച് ഇട്ട ചില പ്രശസ്തമായ ദേവാലയങ്ങളുടെ അതുപോലുള്ള കണ്ടൻറ്റുകളൊക്കെ ചിലപ്പം അത് വ്യൂവേഴ്സും റീച്ചും വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം അല്ലാതെ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു ഷോർട്സ് ഞാൻ അത് ചിലപ്പോൾ അതിൻ്റെ ആ ക്യാപ്ഷൻ്റെ അട്രാക്ഷൻ കൊണ്ടായിരിക്കും, ക്യാച്ചിങ് ക്യാപ്ഷൻ നമ്മളിടുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കിട്ടുമായിരിക്കാം നല്ല വ്യൂസ്. അപ്പം ഞാൻ പറയാൻ വന്നത് ഒരു ഷോർട്സിൻ്റെ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളെ കാണിക്കാം. എല്ലാം നമുക്കങ്ങനെ ഇതിനകത്തൂടെ പറയാനും കാണിക്കാനും ഒക്കത്തില്ല എന്നെനിക്ക് തോന്നുന്നു. യൂട്യൂബിൻ്റെ പോളിസി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ കാണിക്കാം. എന്തായാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു കാര്യം കാണിക്കുകയാണ്. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പിട്ട ഒരു കണ്ടൻറ്റ്, അതായത് ഇതാണ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ആ കാണുന്ന ഒരു ഷോർട്സിൻ്റെയാണ് ആ കാണുന്നത്. പ്രത്യേകിച്ച് വലിയ ഇതൊന്നും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കത്തില്ല. ഞാൻ കാണിച്ചു തരാം, അത് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അത് ഏകദേശം 11K വ്യൂസ് എന്നാണ് കാണിക്കുന്നത്. 11K നിങ്ങൾക്ക് കാണാൻ ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കുക. 11K വ്യൂസ്. അപ്പം ഞാനത് കാണിക്കാം. അത് എന്താണ് അതിൻ്റെ കണ്ടൻ്റ് എന്ന് കാണിക്കാം. ഈ 11K വ്യൂസ് വന്ന ഈ ഷോർട്സ് എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെയാണ്. കാരണം അത് കണ്ടാൽ ചിലപ്പം ആൾക്കാർ കാണാൻ താല്പര്യപ്പെട്ടെന്നിരിക്കും. എന്നാൽ അതിലും നല്ല തംബ്നെയിൽ പോലെ നന്നായിട്ട് നമുക്ക് ഷോർട്സിനും തംബ്നെയിൽ പ്രിഫർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ തോന്നൽ. അങ്ങനെ തന്നെയാണ് കാണുന്നതെന്ന് വിചാരിക്കുന്നു, മറ്റേ ലോങ് വീഡിയോ പോലെ തന്നെ. അപ്പം അങ്ങനെ ഇട്ട നല്ല തംബ്നെയിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടത് ഒന്നും അത്രയും പോയിട്ടില്ല. പക്ഷേ ഇത് ഒരു ക്ലിയർ അല്ലാത്ത ഒരു തംബ്നെയിലും ക്യാപ്ഷൻ എന്നാൽ ഇങ്ങനെയായിരുന്നു: പൃഥ്വിരാജിൻ്റെ ചാട്ടം ഇവിടെ നിന്ന്, ആടുജീവിതം ഗ്രാമ അതിസുന്ദരം, ആടുജീവിതം ചിത്രത്തിൽ നിന്ന് അതാണ് കാണിക്കുന്നത്. അതിൽ നിന്ന് ഇവിടെ ലൊക്കേഷൻ കറക്റ്റായിരുന്നു, ഞാൻ കാണിച്ച ലൊക്കേഷനിൽ തന്നെയാണ് അത് ചിത്രീകരിച്ചത്. ഒട്ടും ക്ലിയർ അല്ലാത്ത ഒരു വീഡിയോ ഞാൻ കാണിക്കുകയാണ്. ഈ പാലത്തിന്റെ വക്കിൽ നിന്നാണ്
പൃഥ്വിരാജ് നേരെ നദിയിലോട്ട് എഴുതിയാടി നീന്തുന്ന സീനുകളൊക്കെ സിനിമ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഇവിടെയൊക്കെ ആളൊക്കെ തടിച്ചുകൂടിയിരുന്നു. കാരണം അവരുടെയൊക്കെ ഇത് ഈ വീടുകളുടെ പാലത്തിൻ്റെ വക്കിൽ നിന്നാണ് പൃഥ്വിരാജ് നേരെ കണ്ടാണല്ലോ 108 ലൈക്കൊക്കെ വരാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെയൊക്കെ വീഡിയോകൾ തുടക്കക്കാരുടെ. പക്ഷെ 108 ലൈക്ക് ഷോർട്സിന് തന്നെ 15 കമൻറ്റുകളൊക്കെ ഉള്ളൂ. അത് സാരമില്ല, ഷോർട്സിന് അങ്ങനെ കമൻസ് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പം പൃഥ്വിരാജിൻ്റെ ചാട്ടം ഇവിടെ നിന്ന് എന്ന ക്യാപ്ഷൻ ക്യാച്ചിങ് ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒട്ടും ക്ലിയർ അല്ലാത്ത ഈ വീഡിയോ നിങ്ങളെ ഒന്നുകൂടി ഞാൻ കാണിക്കാം. ഈ വീടുകളുടെ പാലത്തിന്റെ വക്കിൽ നിന്നാണ് പൃഥ്വിരാജ് നേരെ നദിയിലോട്ട് എഴുതിയാടി നീന്തുന്ന സീനുകളൊക്കെ. ഇതാണ് അപസം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വീഡിയോകൾ ഇപ്പോൾ 11,800 വ്യൂസിന് മുകളിലായി. 12,000 വ്യൂസ്. നന്നായിട്ട് അത് ഓടിക്കൊണ്ടിരിക്കുക ഷോർട്സ്. ഞാൻ ആഗ്രഹിച്ചു പോകുന്നതല്ല, നമ്മുടെ ലോങ് വീഡിയോസൊക്കെ ഇത്രയൊക്കെ ഓടാൻ തുടങ്ങുന്ന സമയം എപ്പോഴായിരിക്കും ഇനി. അപ്പോൾ നമുക്കൊരു 1 lakhന് മുകളിൽ സബ്സ്ക്രൈബേഴ്സും അതുപോലെ എത്രയൊക്കെ വ്യൂസ് വരണമെങ്കിൽ ഒരു 1 lakh 10 lakh ഒക്കെ വന്നാലേ അത്രയൊക്കെ വരുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ പലരുടെയും വളരെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് മില്യൺസൊക്കെ ഉള്ളവരുടെ എടുത്ത് നോക്കിയാലും നമുക്കറിയാം അവരുടെ ലാക്സൊക്കെയാണ് പിന്നെ വന്ന് നിൽക്കുന്നത്. ഇപ്പം മില്യൺസ് എന്ന് പറഞ്ഞാൽ അപ്പം ലാക്സിന് താഴെയൊക്കെ അവരുടെ വ്യൂസ് വന്ന് നിൽക്കുന്നത്. അപ്പം സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എല്ലാം കാണണമെന്നില്ല. ഷോർട്സ് കണ്ടാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വരാറുള്ളത്. അപ്പോൾ ഷോർട്സ് കാണുന്ന പോലെ എല്ലാവരും ലോങ് വീഡിയോ കാണാറുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മളൊരു പരാജിതരായി പോകുന്ന ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ കണ്ടൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക എന്നാണ്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വീഡിയോകൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതും കാണുന്നതും ഒക്കെ ചിലപ്പം ആ കണ്ടൻറ്റിൻ്റെ ക്യാപ്ഷൻ പിന്നെ കുറേ ഫെയിമൊക്കെ വന്നു കഴിഞ്ഞ് നമുക്ക് പ്രശസ്തിയായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏത് കണ്ടൻറ്റ് ഇട്ടാലും ചിലപ്പോൾ മുന്നോട്ട് പോയേക്കും. സെലിബ്രിറ്റീസിൻ്റെ പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ വീഡിയോ ഇട്ട് കഴിയുമ്പം അത് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവർ നോക്കും അതെന്താണ്, പിന്നെ കുറച്ച് സ്കിപ്പ് ചെയ്തൊക്കെ കണ്ടൊക്കെ പോയെന്നിരിക്കുമെന്നല്ലാതെ വലിയ വ്യൂസൊന്നും അതിന് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും സമയമെടുത്ത് നമ്മളും ഒരു യൂട്യൂബ് സെലിബ്രിറ്റി ആകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കണ്ടൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ പരാജിതരായിട്ട് മുന്നോട്ട് പോകേണ്ട, കാരണം ഇതൊരു പാഷനായിട്ട് എടുത്ത് ചെയ്യുക എന്ന് മാത്രം. അങ്ങനെയല്ലേ, ശരിയല്ലേ? അപ്പം അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻറ്റായി അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോകളുടെ ഒരു ഓവറോൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ലോങ് വീഡിയോസ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്. ലേറ്റസ്റ്റ് ഇട്ട വീഡിയോകളൊക്കെ ഇതാണ്. അതിൻ്റെ തമ്മിലും കാര്യങ്ങളൊക്കെ ഇതാണ്. മറ്റ് ധാരാളം വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആന വരുന്ന വീഡിയോകൾ, ആനയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ സാധാരണഗതിയിൽ നിങ്ങൾ കണ്ടു. അതിനകത്തൊരു 2.4K കാണിക്കുന്നുണ്ട് വ്യൂസ്. അതായത് ഞാനൊരു ഒരു മാസം മുമ്പേ ഇട്ട വീഡിയോ ആണ്. ഇങ്ങനെയുള്ള ആനപ്രേമികളാണല്ലോ നമ്മുടെ മലയാളികൾ പൊതുവേ. അങ്ങനെയല്ല, പൊതുവേ അത് എനിക്ക് തോന്നുന്നു ഗ്ലോബലി അങ്ങനത്തെ വീഡിയോസ് അക്സെപ്റ്റഡ് ആകുന്നുണ്ട്. പക്ഷേ നല്ല വീഡിയോകളായാലും ആനയെ സംബന്ധിച്ച വീഡിയോകൾ ഞാൻ കൂടുതലും ഇൻഫർമേറ്റീവായിട്ടുള്ള ആനകളെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അങ്ങനത്തെ വീഡിയോകൾ ഇടാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ചുമ്മാതെ വെറുതെ ആന ഇങ്ങനെ പോകുന്നതും വരുന്നതും ഒന്നും അങ്ങനെ ഞാൻ കണ്ടൻറ് ഇടാറില്ല. പിന്നെ അത് ഷോർട്സ് തന്നെ ഇട്ട് വരുമ്പം അതിൻ്റെ തന്നെ ഷോർട്സ് നമ്മൾ റീമിക്സ് ചെയ്ത് ഷോർട്സായിട്ട് ഇടുമ്പം ധാരാളം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരാറുണ്ട്. സാധാരണ അങ്ങനെയാണ്. പിന്നെ ആനയുടെയൊക്കെ വീഡിയോ ഇടാറുമ്പം ലോങ് വീഡിയോയിൽ കൂടെയും സബ്സ്ക്രൈബേഴ്സ് വരാറുണ്ട് അത്രയും വീഡിയോകളിൽ. മറ്റ് സാധാരണ വീഡിയോകളിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളോട് പറയുകയാണെങ്കിൽ, ലോങ് വീഡിയോയിൽ നിന്ന് വരുന്നതിനെക്കാട്ടി കൂടുതൽ റിമിക്സ് ചെയ്ത് അതേ വീഡിയോ ഷോർട്സായിട്ട് ഇടുമ്പോഴാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരാറ്. ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ എന്നെ പോലെയുള്ള യൂട്യൂബേഴ്സ്. പിന്നെ പ്രേക്ഷകർ കണ്ടിരിക്കുന്നവർ ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും വീഡിയോകൾ കണ്ടു പോകുമ്പം സ്കിപ്പ് ചെയ്താണെങ്കിലും കാണുമ്പോൾ ഒരു ലൈക്കൊക്കെ ചെയ്യാൻ പറ്റും. അവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമെന്നല്ല, നമ്മൾ അറ്റംപ്റ്റ് ചെയ്തു കണ്ടു എന്നുള്ള ഒരു മാർക്ക് ചെയ്യുന്ന പോലെ അത് കരുതിയാൽ മതി. ഒരു ലൈക്ക് ബട്ടൺ അതിലൊന്നും നമുക്ക് കൈ കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. കാരണം നമ്മുടെയൊക്കെ പുതിയ ആൾക്കാരുടെ വീഡിയോകൾക്ക് ലൈക്ക് വളരെ കുറവാണ്. പിന്നെ കമൻസും എന്ത് ഫീഡ്ബാക്ക് ആണെങ്കിലും അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എഴുതുക എന്നുള്ളതാണ്. അത് പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ
ഇത് പ്രോത്സാഹിപ്പിക്കുക. യൂട്യൂബേഴ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ടൈം പാസിന് വേണ്ടി ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിന്നിലെ അവർ എന്നെപ്പോലെ പിന്നെ എത്രയോ ആൾക്കാർ എന്നെക്കാട്ടി ആത്മാർത്ഥമായിട്ട് കണ്ടൻറ് ഇട്ട് പോകുന്ന ആൾക്കാർ, പുതിയ ആൾക്കാരുടെ വീഡിയോകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, മുഴുവൻ കാണാറുണ്ട്, കമൻസ് എഴുതാറുമുണ്ട്. എൻ്റെ വീഡിയോകൾ കാണുന്നവർ ദയവായി അങ്ങനെയൊക്കെ ചെയ്യുവാൻ സാധിച്ചാൽ വളരെ നല്ലത്. അപ്പോൾ ഇനിയും നല്ല കണ്ടൻറ്റുകളുമായിട്ട് വരാൻ ശ്രമിക്കാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. എന്നെ കണ്ടിരുന്നതിന് ഗുഡ് ബൈ.